അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മസാല ആയാലോ? അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത്, കുറച്ച് തക്കാളി അരിഞ്ഞത്, ഒരു കഷ്ണം പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക. അതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ശേഷം അതിലേക്ക് പൊടികളായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല, കുരുമുളക് പൊടി, അല്പം മല്ലിപ്പൊടിയും കുറച്ച് ഒറിഗാനോ പൗഡറും നല്ല പുളിയുള്ള തൈരും സ്ക്യൂസ് ഓഫ് ലെമണും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മിക്സ് ചെയ്ത് വെച്ച മസാലയ്ക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാവുന്നതാണ്. ചിക്കൻ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലോ പുറത്തോ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. മാക്സിമം നിങ്ങൾ അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാനിന്ന് എന്തായാലും എയർ ഫ്രയറിലാണ് ചിക്കൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എയർ ഫ്രയർ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പാനിൽ തവ ചൂടാക്കി വെച്ച് നിങ്ങൾ എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല അൽഫാമിൻ്റെ ടേസ്റ്റാണ് ഈ മസാല ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ. ഞാനിവിടെ ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിൽ 180°C 18 തൊട്ട് 21 മിനിറ്റ് വരെയാണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതെല്ലാം ജസ്റ്റ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു തരി പോലും എണ്ണയില്ലാതെയാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു അൽഫാമൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒരു ഫ്രൈ ആണെന്ന് നമ്മൾ പറയില്ല. ഈ മസാല ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഈ ജ്യൂസി അൽഫാം പോലത്തെ ഫ്രൈ ട്രൈ ചെയ്യുക.